എല്ലാ പ്രേക്ഷകർക്കും ഇന്നത്തെ കോക്ടെയിൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. ധ്യാനം കൂടാൻ പോയ മാണി സാറിനെ മുന്നണിയിൽ തിരികെ എത്തിക്കാൻ കർമ്മനിരതരായിരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ. അതിനിടെ കേരള കോൺഗ്രസിലെ കുട്ടി നേതാക്കൾ സ്വന്തം പത്രമായ പ്രതിച്ഛായയിലൂടെ കോൺഗ്രസിൻ്റെ പ്രതിച്ഛായ തകർത്തുകൊണ്ടിരിക്കുകയാണ്. അതിനും മറുപടി പറഞ്ഞ് തളർന്നു കോൺഗ്രസ് നേതാക്കൾ. കോൺഗ്രസ് നേതാക്കളെല്ലാം ചതിയൻ ചന്തുമാരാണെന്നാണ് മാണി ഗ്രൂപ്പിലെ കുട്ടി നേതാക്കളുടെ പക്ഷം. മാണി സാർ ധ്യാന കേന്ദ്രത്തിലിരുന്ന് ചിരിയോട് ചിരിയാണ് ഇതെല്ലാം കണ്ട്. കോൺഗ്രസ്സുകാരാൽ ചതിക്കപ്പെട്ടു എന്ന് അലമുറയിടുന്ന മാണി സാറിനാൽ പണ്ട് ചതിക്കപ്പെട്ട ആളാണത്രേ ബാലകൃഷ്ണപിള്ള. കൂടെ കിടന്ന ആൾക്കല്ലേ രാപ്പനി അറിയൂ എന്ന് പറയും പോലെ മാണി സാറിൻ്റെ ഉള്ളിലിരിപ്പ് പിള്ള സാർ കണ്ടുപിടിച്ച് കളഞ്ഞു. മക്കളെ കേന്ദ്രമന്ത്രിയാക്കണമെന്ന് പൂതി മനസ്സിലുദിക്കുമ്പോൾ നേരെ വച്ചുപിടിക്കുക NDAയിലേക്ക്. അതാണ് ഇപ്പോഴത്തെ ഒരു ഫാഷൻ. അങ്ങനെയാണ് വെള്ളാപ്പള്ളി സാർ ഒരു പാർട്ടി തന്നെ ഉണ്ടാക്കിയത്. മാണി സാറും കൂടി ഈ ക്ലബിൽ ചേരുന്നതിന് മെമ്പർഷിപ്പ് റെഡിയാക്കി കൊടുക്കാനാണ് വെള്ളാപ്പള്ളി സാറിൻ്റെ പരിപാടി. ധ്യാനം കൂടി തിരിച്ചു വരുന്ന മാണി സാറിനെ കാത്ത് ഗേറ്റിൽ തന്നെ നിൽക്കാനാണ് UDF നേതാക്കളുടെ പരിപാടി. അവരെ വെട്ടിച്ച് NDAയിൽ ഓടിക്കയറുക എന്നതാണ് മാണി സാറിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ വെല്ലുവിളി. ഇവിടെ UDF മുന്നണിയിൽ മാണി സാർ കുളം കലക്കിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങ് ദില്ലിയിലും ഒരു കുളം കലക്കി ചർച്ച നടക്കുകയാണ്. കോൺഗ്രസിലെ കുഴപ്പക്കാരെ ഒരു പാഠം പഠിപ്പിച്ച് ശരിപ്പെടുത്താനാണ് രാഹുൽജിയുടെ പരിപാടി. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ രോഗം എന്താണെന്ന് ഹൈക്കമാൻഡിന് പിടികിട്ടിയിട്ടുണ്ടത്രേ. ഇനി CPIയുടെ കൃഷിപാഠമാണ്. നാട്ടിൽ ഫാഷനായ ജൈവ പച്ചക്കറി കൃഷിയിൽ ഒരു കൈ നോക്കാനാണ് CPIയുടെ തീരുമാനം. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ കൃഷി ചെയ്യാനാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്.